വിശദമായി ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കുടത്തിൽ പാലക്കാട് ജില്ലയിൽ തന്നെയുണ്ടെന്നാണ് സൂചന. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, രാഹുൽ മാങ്കുടത്തിന്റെ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഈ കേസെടുത്തതിന് പിന്നാലെ ഇന്നലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ആദ്യം ഈ കേസ് തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, 3-ാം തീയതിയായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുക. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു വിശദമായ വാദം കോടതിയിൽ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതൊരു പ്രധാനപ്പെട്ട കേസായതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷന്റെയും അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വാദം വിശദമായി തന്നെ കേൾക്കേണ്ടതുണ്ട്. ഏതായാലും ഇന്നലെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമ്പോൾ യുവതിയുടെ എല്ലാ മൊഴികളെയും പൂർണ്ണമായും തള്ളുന്ന ഒരു ജാമ്യാപേക്ഷയിൽ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ പരാതിക്കാരിയുടെ ആരോപണം വ്യാജമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, പരസ്പര സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധത്തിലടക്കം ഏർപ്പെട്ടത്. മാത്രമല്ല ഈ വിവാഹിതയാണ് എന്നുള്ള കാര്യം തനിക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഈ നിർബന്ധിതമായി ഗർഭഛിദ്രം നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊഴി എന്ന് പറയുന്നത്. ഏതായാലും ഈ യുവതി ഉന്നയിച്ച കാര്യങ്ങൾ പലതും ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലും പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കോടതി 3-ാം തീയതി ഈ കേസ് പരിഗണിക്കും. ആ ഘട്ടത്തിൽ വിശദമായി തന്നെ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി അല്ലെങ്കിൽ അതിലൊരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുവരെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ഇനി അന്വേഷണ സംഘം കടക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം തിങ്കളാഴ്ചയാണെങ്കിൽ ഒരു ദിവസത്തെ സമയവും കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായും അന്വേഷണ സംഘം കാത്തിരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ ബുധനാഴ്ച വരെ ഈ കേസ് പരിഗണിക്കാനിരിക്കുമ്പോൾ ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ 164 സ്റ്റേറ്റ്മെന്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു ഈ യുവതിയുടെ. മാത്രമല്ല വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നലെ ലുക്കൌട്ട് സർക്കുലറും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഒരു രഹസ്യ കേന്ദ്രത്തിൽ ജില്ലയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഔദ്യോഗിക വാഹനവുമായി ഡ്രൈവർ അടക്കം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ MLA ഓഫീസിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. ഫോൺ ഓണായെങ്കിലും പിന്നീട് ഓഫായിട്ടുണ്ട്. ഏതായാലും രാഹുൽ പാലക്കാട് വിട്ടു പോയിട്ടില്ല. അങ്ങനെ പാലക്കാട് വിട്ടു പോയാൽ അത് മുൻകൂർ ജാമ്യാപേക്ഷയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പാലക്കാട് തന്നെ രഹസ്യ കേന്ദ്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നെ കണ്ടിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സജീവമായി തന്നെ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ ഈ പരാതി വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. മാങ്കൂട്ടത്തിനെ പിന്നീട് കാണാതായി. ഏതായാലും കഴിഞ്ഞ ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ഓണാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ വിളിച്ചിട്ട് ഫോണിൽ സംസാരിക്കാനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവുകയും ചെയ്തില്ല. ഏതായാലും ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് ബുധനാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. ശരി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ തന്നെയുണ്ടെന്നാണ് സൂചന. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.